بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തുൽ ബഖറയിൽ കിബില മാറ്റത്തിൻ്റെ സന്ദർഭത്തിൽ അവതരിപ്പിക്കപ്പെട്ട വചനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അൽ ബഖറയിൽ തന്നെ കിബില മാറ്റവുമായി ബന്ധപ്പെട്ട് യഹൂദർ ഉയർത്തിയ ആശയക്കുഴപ്പങ്ങൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു വചനവും കൂടി നമ്മൾക്ക് കാണാൻ സാധിക്കും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. പുണ്യം എന്ന് പറയുന്നത്, നന്മ എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കലല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു എന്നതല്ല യഥാർത്ഥത്തിൽ പുണ്യം. മറിച്ച് പുണ്യം എന്ന് പറയുന്നത് അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലുമൊക്കെ വിശ്വസിക്കലാണ്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കലാണ്, നമസ്കാരം നിർവഹിക്കലാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെർച്യു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്നതല്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കലും ആ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യലും അവനിലും അവൻ്റെ പ്രവാചകന്മാരിലും വിശ്വസിക്കലുമാണ്. ഇവിടെ യഹൂദന്മാർ അള്ളാഹു കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ കൽപ്പിക്കുമ്പോൾ അവൻ്റെ പ്രവാചകൻ ആ നിയമം അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനോട് വിമുഖത കാണിച്ചുകൊണ്ട് ബൈത്തുൽ മഖ്ദിസിൻ്റെ ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കലാണ് ഇൻഹറൻ്റായി തന്നെ പുണ്യം. അതാണ് യഥാർത്ഥത്തിൽ നന്മ എന്ന ധാരണയുണ്ടാക്കാൻ ശ്രമിച്ചതിനെ പരിശുദ്ധ ഖുർആൻ ഇവിടെ കൃത്യമായി വിമർശിക്കുന്നുണ്ട്. അവിടെ യഥാർത്ഥത്തിലുള്ള നന്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലും അവൻ്റെ പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും മലക്കുകളിലും ഒക്കെ വിശ്വസിക്കലാണ്, അല്ലെങ്കിൽ നമസ്കാരം പോലുള്ള ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കലാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കലാണ് എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ മനുഷ്യരെ സഹായിക്കുന്ന, അവർക്ക് ദാനധർമ്മങ്ങൾ നൽകുന്ന, അവരെ സാമ്പത്തികമായി ചേർത്ത് പിടിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങളിൽ നിന്നുണ്ടാവുക, ആ ഉദാരത നിങ്ങൾ പ്രകടിപ്പിക്കുക, അത് അള്ളാഹു നിങ്ങളിൽ നിന്ന് നിഷ്കർഷിക്കുന്ന, നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ സൂറത്തുൽ ബഖറ പരിശോധിച്ചാൽ നിരന്തരമായി ദാനധർമ്മങ്ങളുടെ ആവശ്യം വളരെ വിശദമായി സംസാരിച്ചിട്ടുള്ള ഒരു അധ്യായമാണിത്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിബില മാറിയതിന്
കാര്യത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിബില മാറിയപ്പോൾ അതുവരെ മസ്ജിദുൻ നബവിയുടെ ഏറ്റവും പിറകുവശത്തുള്ള ഭാഗം അത് മുൻഭാഗമായി തീരുകയും നേരത്തെ മുൻവശത്തായിരുന്ന പള്ളിയുടെ മുൻവശമായി നിലനിന്നിരുന്ന സ്ഥലം അത് പള്ളിയുടെ ഏറ്റവും പുറകുവശമായി തീരുകയും ചെയ്തതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്നത്തെ പ്രവിശാലമായ അൽ മസ്ജിദുൻ നബവി അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അത് വളരെ ചെറിയൊരു സ്ട്രക്ചറാണ് എന്ന് നമുക്കറിയാം. എന്തായിരുന്നാലും ഇവിടെ ഈ കിബില മാറ്റത്തോടനുബന്ധിച്ച് തന്നെ സീറാ ഗ്രന്ഥകാരന്മാർ പൊതുവിൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിബില ഇങ്ങനെ മാറിയതിന് ശേഷം പള്ളിയുടെ പുതിയ പിറകുവശം, അതായത് നേരത്തെ മുൻവശമായിരുന്ന ഭാഗം, ആ ഭാഗം അസ്ഹാബ് സുഫ എന്നറിയപ്പെട്ടിരുന്ന ആളുകൾക്ക് താമസിക്കുവാനുള്ള, അവർക്ക് ജീവിക്കുവാനുള്ള ഒരു ഇടമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിക്കുകയുണ്ടായി. അവർ പള്ളിയിൽ തന്നെയാണ് താമസിച്ചിരുന്നത് എന്നതുകൊണ്ട് നമുക്കറിയാം മസ്ജിദുൻ നബവിയിൽ ആദ്യകാലത്തൊന്നും അതിനൊരു റൂഫ് ഉണ്ടായിരുന്നില്ല, ഒരു ഷെൽട്ടർ ഉണ്ടായിരുന്നില്ല, അതൊരു തുറസ്സായിരുന്നു. പള്ളിയുടെ അതിരുകൾ നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ കയറി അവർ നമസ്കരിക്കുമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവർക്ക് താമസിക്കണം എന്നതുകൊണ്ട്, അന്തിയുറങ്ങണം എന്നതുകൊണ്ട് അതിനൊരു ചെറിയൊരു റൂഫ് അന്നത്തെ ഈത്തപ്പനയോലകൾ കൊണ്ടും മറ്റും പള്ളിയുടെ ആ ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിക്കുകയും ആ പള്ളി ഒരു ഇതേപോലെയുള്ള ആളുകൾക്ക് താമസിക്കുവാനുള്ള ഒരു ക്യാമ്പായി മാറുകയും കൂടി ചെയ്തത് വളരെ പ്രസിദ്ധമാണ്. കിബില മാറ്റത്തിന്റെ തൊട്ടുടനെ തന്നെ അസ്ഹാബ് സുഫക്ക് വേണ്ടി ഈ ഒരു താവളം രൂപപ്പെട്ടത് സീറാ ഗ്രന്ഥകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും അൽ മസ്ജിദുൻ നബവിയിൽ പോകുന്നവർ അസ്ഹാബ് സുഫ ജീവിച്ചിരുന്ന അവരുടെ ഇടം എന്നുള്ള നിലക്ക് ആ സ്ഥലം പ്രത്യേകമായി അടയാളപ്പെടുത്തപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത് വളരെ വിഖ്യാതമാണ്, വളരെ പ്രസിദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയിലൂടെ മക്കയിൽ നിന്ന് മദീനയിലെത്തിയതാണ് എന്ന് നമുക്കറിയാം. ഒരുപാട് മുഹാജിറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായി മക്കയിൽ ജീവിച്ചിരുന്ന അവിടെ തീർച്ചയായും വലിയ കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക പശ്ചാത്തലവും ഒക്കെ ഉണ്ടായിരുന്ന ഒരുപാട് വിശ്വാസികൾ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിൽ എത്തിയപ്പോൾ അവർ നിസ്വരായിരുന്നു, ദരിദ്രരായിരുന്നു. അവരെ ചേർത്ത് പിടിച്ചത് മദീനയിലെ അൻസാരികളാണ്. അവർക്ക് വേണ്ടി അവർക്ക് ആവശ്യമായ വിഭവങ്ങളും ഭക്ഷണവും താമസ സ്ഥലവും എല്ലാം നൽകിയത് മദീനയിലെ അൻസാരികളാണ്. മദീനയിലെ അൻസാരികളുടെ ഈ ഉദാരതയെ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പല രൂപങ്ങളിൽ പ്രശംസിച്ചിട്ടുണ്ട്. അവരെ ഈ രീതിയിൽ വിശ്വാസികളെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ധനം ചെലവഴിക്കാൻ മദീനയിലെ അൻസാരികളെ പൊതുവിൽ പ്രോത്സാഹിപ്പിക്കുകയും അവരെ പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുന്ന പല ഭാഗങ്ങളും ഖുർആനിലും ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇതൊരു ഘട്ടമെത്തിയപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ വന്ന സഹാബിമാർക്ക് പുറമെ, അല്ലെങ്കിൽ അതിന് തൊട്ടും മുമ്പും ശേഷവുമായി ഹിജ്റ വന്നവർക്ക് പുറമെ ആദ്യത്തെ 1-2 വർഷങ്ങൾക്കുള്ളിൽ മുഹാജിറുകളുടെ ഒരു പ്രവാഹം തന്നെ മക്കയിൽ നിന്നുണ്ടാവുകയും മദീനയിലെ അൻസാരികൾക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ സംജാതമായി തീരുകയും ചെയ്തു. ഇത് വളരെ സ്വാഭാവികമാണ്. എന്ത് തന്നെയാണെങ്കിലും അൻസാരികൾ, അവരുടെ വീടുകൾ, അവരുടെ സ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്നത് ലിമിറ്റഡ് ആണ്. ഇവരെ ഈ കടന്നു വരുന്ന മുഹാജിറുകളെ മുഴുവൻ അൻസാറുകൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി. പിന്നെ മക്കയിൽ നിന്ന് മാത്രമല്ല, വേറെ അറേബ്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി പലരും വരികയും അവരൊക്കെ മദീനയിൽ താമസമാക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വീടുകളിൽ ഷെൽട്ടർ ഓഫർ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായപ്പോൾ അവർ പള്ളിയിൽ തന്നെ താമസിക്കുന്ന ഒരു സന്ദർഭം മദീന ജീവിതത്തിന്റെ വളരെ തുടക്കത്തിൽ തന്നെ വന്നു ചേർന്നത് അങ്ങനെയാണ്. അവരാണ് സുഫയുടെ ആളുകൾ, അസ്ഹാബ് സുഫ എന്നറിയപ്പെട്ടത്. നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിന്റെ ഭാഗമായി വന്നു ചേർന്നതും അവരുടെ അനുഭവങ്ങളും ഒക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ ഈ അസ്ഹാബ് സുഫയിൽ പെട്ട ആളുകൾക്ക് നല്ല ദാരിദ്ര്യം ഉണ്ടായിരുന്നു, പട്ടിണി ഉണ്ടായിരുന്നു. അവരാ ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിച്ചു കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ജീവിക്കുകയാണ് ചെയ്തിരുന്നത്. ഇവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് സഹാബിമാരുടെ ഒരു പതിവായിരുന്നു. അവരിൽ ഏതെങ്കിലും നിലക്ക് കഴിവുള്ളവർ അവരുടെ വീട്ടിലെ ഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്നൊരു ഓഹരി അസ്ഹാബ് സുഫയിലെ ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കുക, അവരുടെ പട്ടിണി മാറ്റാൻ പരിശ്രമിക്കുക. അത് ഒരു കമ്മ്യൂണിറ്റിയുടെ, ഉമ്മത്തിന്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തമായി അവരെ ഏറ്റെടുക്കുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിരുന്നത്. അവരെ പള്ളിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് പാർപ്പിക്കുന്നതിന് പകരം, പള്ളി എന്ന് പറയുന്നത് ഇസ്ലാമിൽ കേവലം ഒരു ആരാധനാലയം എന്നതിനപ്പുറം
അതിനപ്പുറത്ത് സമൂഹത്തിന്റെ നാനോന്മുഖമായ ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഒരു ഇസ്ലാമിക സമൂഹത്തിൽ എന്ന് നമുക്കറിയാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺവട്ടത്തിൽ തന്നെ അവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ വിഭവങ്ങൾ സാധ്യമാകുന്ന തരത്തിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത്. ഇത് ഇവരുമായി ബന്ധപ്പെട്ടാണ് എന്ന് സുനനു തിർമിദിയുടെ ഒരു നിവേദനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന പരിശുദ്ധ ഖുർആനിലെ ഒരു വചനമുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بآخذيه إلا أن تغمضوا فيه واعلموا أن الله غني حميد. الشيطان يعدكم الفقر ويأمركم بالفحشاء والله يعدكم مغفرة منه وفضلا والله واسع عليم. ഇവിടെ ഖുർആൻ സത്യവിശ്വാസികളോട് പറയുന്നത് ഈ വചനങ്ങളുടെ തൊട്ട് മുകളിലായുള്ള കുറേ വചനങ്ങൾ, അതിന് തൊട്ട് താഴെയുമായുള്ള കുറേ വചനങ്ങൾ, ഈ വചനങ്ങളും ഇതെല്ലാം തന്നെ സ്വതക്കകളുടെ പുണ്യത്തെ പറ്റിയും ശ്രേഷ്ഠതയെ പറ്റിയും അത് നമ്മൾക്ക് നേടിത്തരുന്ന പ്രതിഫലത്തെ പറ്റിയുമെല്ലാം, അതേപോലെ ആ സ്വതക്കകളെ നശിപ്പിച്ച് കളയുന്ന വിധത്തിൽ നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ദുഷ്പ്രവണതകളെ പറ്റിയുമെല്ലാം വിശദമായി സംസാരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണിത്. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അൽ അക്രമായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ ഈ ഒരു ഉദാരത, അള്ളാഹു കാണിക്കുന്ന ആ ഉദാരതയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ചുറ്റുമുള്ള മനുഷ്യരോട് അത്യുദാരമായി പെരുമാറുന്ന, അവർക്ക് വേണ്ടി നമ്മളുടെ സമ്പത്ത് കൈയയച്ച് ചെലവഴിക്കുന്ന, അവരെ ഉദാരമായി സഹായിക്കുന്ന നന്മയുള്ള ആർദ്രതയുള്ള മനുഷ്യരായി നമ്മളൊക്കെ മാറണം എന്നത് ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു മെസ്സേജാണ്. നമ്മളുടെ കയ്യിൽ പണമുണ്ട്, മറ്റൊരാളുടെ കയ്യിൽ പണമില്ല, അപ്പോൾ ആ പണം അയാൾക്ക് വേണ്ടി കൂടി ഉപകാരപ്പെടണം, അയാളെ ചേർത്ത് പിടിക്കണം. ഇത് വളരെ പ്രാക്ടിക്കലായി പ്രായോഗികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ഹാബു സുഫ എന്ന് പറയുന്ന ഈ ഒരു ആ സംഘത്തെ പരിപാലിക്കാൻ വേണ്ടി മദീനയിലെ മുസ്ലിം ഉമ്മത്തിനെ നിരന്തരമായി പ്രേരിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റമളാനിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ അജ്വദ് ആയിരുന്നു എന്ന് ഹദീസിൽ നമ്മൾക്ക് കാണാൻ കഴിയും. അജ്വദ് എന്ന് പറഞ്ഞാൽ അൽ കരീം, അൽ അക്രം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്. വളരെ ജനറസ് ആയി ചെലവഴിക്കുന്ന ആൾക്കാണ് യഥാർത്ഥത്തിൽ അജ്വദ് എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന ഒരു കാറ്റിനെ പോലെ റമളാനിൽ ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. മദീനയിലെ ദരിദ്രരെല്ലാം ആ കാറ്റിന്റെ തണുപ്പ് അനുഭവിക്കാറുണ്ടായിരുന്നു. അവർക്കെല്ലാം അത് കിട്ടുന്ന തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ ദാനം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുമായിരുന്നു എന്ന് നമ്മൾക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്നും നമ്മൾ ലോകത്തെല്ലായിടത്തും പരിശോധിച്ചാൽ ചാരിറ്റിയുടെ വിഷയത്തിൽ, ദരിദ്രർക്ക് പണം കൊടുക്കുന്ന വിഷയത്തിൽ, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മുസ്ലിങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഉദാരത യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു പാഠമായതുകൊണ്ടാണ്,
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയായതുകൊണ്ടാണ് ദരിദ്രരുടെയും അഗതികളുടെയും വിഷയത്തിൽ മുസ്ലിം സമൂഹം ഇത്രയും ആർദ്രമായി പെരുമാറുന്നത് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സ്വതക്കയെ പറ്റി പരാമർശിക്കുന്നതിനിടയിൽ വിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ നമ്മൾ കാണുന്നു. അവിടെ പരിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ സ്വതക്ക ചെയ്യേണ്ടത് ത്വയ്യിബായ കാര്യങ്ങളാണ്. നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് ഏറ്റവും വിശിഷ്ടമായ വിഭവങ്ങളാണ് നിങ്ങൾ ദരിദ്രർക്ക് നൽകേണ്ടത്. അതല്ലാതെ നിങ്ങൾക്ക് വേണ്ടാത്ത, കേടുവന്ന, മോശമായ, ഏതെങ്കിലും അർത്ഥത്തിൽ ആർക്കും ഉപകാരമില്ലാത്ത ആ തരത്തിലുള്ള സാധനങ്ങളല്ല നിങ്ങൾ സ്വതക്ക കൊടുക്കേണ്ടത്. നിങ്ങളൊരു ദരിദ്രന്, അഗതിക്ക്, പട്ടിണിക്കാരന്, ഏതെങ്കിലും അർത്ഥത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ, വിഭവങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും മികച്ച, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ എന്താണോ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അത് തന്നെയാണ് അവർക്കും കൊടുക്കേണ്ടത്. അതല്ലാതെ അവർക്ക് ഗുണനിലവാരമില്ലാത്ത, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത, നിങ്ങൾ ഏതായാലും ഒഴിവാക്കണം, ആ ഒഴിവാക്കുന്നത് അങ്ങോട്ട് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല നിങ്ങൾ ദരിദ്രർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടത്. അത് നിങ്ങൾക്കാണ് അത്തരം ഒരു സാധനം കിട്ടുന്നതെങ്കിൽ കണ്ണടച്ച് നിസ്സഹായാവസ്ഥ കൊണ്ട് നിങ്ങൾ അത് മനസ്സില്ലാ മനസ്സോടെ മാത്രമേ നിങ്ങൾ സ്വീകരിക്കൂ. അങ്ങനെ ഒരു കാര്യം അവർക്ക് നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നതാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. സുനന തിർമിദിയിലെ നിവേദനത്തിൽ ഇതിന്റെ ഒരു അവതരണ പശ്ചാത്തലത്തെ പറ്റി നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ അസ്ഹാബ് സുഫക്കാർക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടി മദീനയിലെ ഈത്തപ്പഴ കർഷകർ, മദീന ഈത്തപ്പഴങ്ങളുടെ നാടാണ് എന്ന് നമുക്കറിയാം, ഈത്തപ്പഴ കൃഷി, കാരക്കത്തോട്ടങ്ങൾ മദീനയുടെ മുഖമുദ്രയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അങ്ങനെ തന്നെയാണ്. കാരണം മദീന എന്ന് പറയുന്നത് ഒരു ഒയാസിസ് ആണ്, ഒരു മരുപ്പച്ചയാണ്. അവിടെ അറേബ്യൻ മരുഭൂമിയിൽ പൊതുവിൽ കൃഷിയില്ല, വെള്ളമില്ല. ഇതേപോലെ വെള്ളമുള്ള അപൂർവം സ്ഥലങ്ങളുണ്ടാകും, പച്ചപ്പുള്ള അപൂർവം സ്ഥലങ്ങളുണ്ടാകും. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഈത്തപ്പഴത്തോട്ടങ്ങളൊക്കെ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലാണ് ജീവിച്ചിരുന്നത്. അവിടെ കൃഷി ഉണ്ടായിരുന്നില്ല, അവിടെ ഇതേപോലെ തോട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ മദീനയിൽ വെള്ളമുണ്ടായിരുന്നു, തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഈത്തപ്പഴം എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രിൻസിപ്പലായ അഗ്രികൾച്ചർ ആയിരുന്നു. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ ആയത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ നിന്ന് നാം ഉൽപ്പാദിപ്പിച്ചു തരുന്ന വിഭവങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾ സ്വതക്ക കൊടുക്കുമ്പോൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അവിടെ ഈ ഈത്തപ്പഴ കൃഷി നടത്തുന്ന, ഈത്തപ്പഴ തോട്ടങ്ങൾ സ്വന്തമായുള്ള ആളുകൾ അവർ ഈത്തപ്പഴത്തിന്റെ ഹാർവസ്റ്റ് നടക്കുമ്പോൾ, ഈത്തപ്പഴം അവർ പറിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കൊലകൾ അവർ പള്ളിയിൽ പോയി കെട്ടിയിടും. ഇത് അസ്ഹാബ് സുഫയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതിനുവേണ്ടി അവിടെ കയറുണ്ടായിരുന്നു. ആ കയറിൽ ഈത്തപ്പഴ കുലകൾ അവർ കൊണ്ടുവന്ന് കെട്ടിയിടും. ആ കെട്ടിയിടുന്ന സമയത്ത് ഈ ഹദീസിൽ നമ്മൾക്ക് കാണാൻ കഴിയും, അസ്ഹാബു സുഫയിൽപ്പെട്ട ആളുകൾ വിശക്കുന്ന സമയത്ത് അവർ വരും, അവരൊരു വടിയെടുത്തിട്ട് ഈ കുലയിൽ ഇങ്ങനെ തല്ലും. അങ്ങനെ തല്ലുന്ന സമയത്ത് ഈത്തപ്പഴങ്ങൾ നിലത്ത് വീഴും. ആ നിലത്ത് വീഴുന്ന ഈത്തപ്പഴങ്ങൾ എടുത്ത് തിന്നുകൊണ്ട് അവർ വിശപ്പടക്കും. ഇത് ഇസ്ലാമിക സാഹോദര്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രകടനമായിരുന്നു. അവിടെ കൃഷി വിളവെടുപ്പ് നടക്കുമ്പോൾ പള്ളിയിൽ നമ്മളുടെ കുറച്ച് സഹോദരന്മാരുണ്ട്, അവർക്ക് വരുമാന മാർഗങ്ങളില്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് കഴിക്കുവാൻ വേണ്ടി അവിടെ കൊണ്ടുവന്ന് കുറെ ഈത്തപ്പഴ കുലകൾ തൂക്കിയിടുക എന്ന് പറയുന്നത് അവരുടെ ഒരു പതിവായിരുന്നു. ആ കൂട്ടത്തിൽ ചില ആളുകൾ വേണ്ടത്ര സംസ്കരണം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ അവരും ഇതിന്റെ ഭാഗമാകാൻ തീരുമാനിച്ചത് വളരെ വിചിത്രമായ രീതിയിലാണ്. അവരുടെ ഈത്തപ്പഴത്തോട്ടങ്ങളിൽ നിന്ന് വിളവെടുക്കുന്ന സമയത്ത് ഏറ്റവും മോശമായ, ഉണങ്ങിയ, ചുക്കിച്ചുളിഞ്ഞ, യഥാർത്ഥത്തിൽ ആർക്കും തിന്നാൻ ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള ഈത്തപ്പഴങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അതേപോലെയുള്ള കുലകൾ തെരഞ്ഞെടുത്തുകൊണ്ട് അത് അസ്ഹാബ് സുഫക്കാർക്ക് വേണ്ടി പള്ളിയിൽ കൊണ്ടുപോയി വെക്കുന്ന ഒരു രീതി അവർ സ്വീകരിച്ചപ്പോൾ അതിൽ ഇടപെട്ടുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനങ്ങൾ അവതരിപ്പിച്ചത് എന്നാണ് തിർമിദിയുടെ നിവേദനത്തിൽ നമ്മൾ കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല ദാനം കൊടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ഉത്തമമായ കാര്യങ്ങളാണ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പരിശുദ്ധ ഖുർആനിന്റെയും സന്ദേശത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രകാശനം ഈ ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന്റെ ഈ സന്ദർഭത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന് തൊട്ടുടനെയുള്ള വചനം നമ്മൾ വായിച്ചു നോക്കുക. അള്ളാഹു പറയുന്നത് അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖ്റ, ശൈത്വാനാണ്, പിശാചാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ ദാരിദ്ര്യം പറഞ്ഞ് ഭയപ്പെടുത്തുന്നത്. ഞാൻ സ്വതക്ക കൊടുത്താൽ, എനിക്കുള്ള നല്ല വിഭവങ്ങൾ, എൻ്റെ കയ്യിലുള്ള അള്ളാഹു അനുഗ്രഹിച്ചു തന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് ഞാൻ കൊടുത്താൽ
അത് എൻ്റെ ദാരിദ്ര്യത്തിന് കാരണമാകും എന്നൊരു ഭീതി നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ലേ? ആ ഭീതി യഥാർത്ഥത്തിൽ നിങ്ങളിൽ നിന്നുള്ള സഹജമായൊരു ഭീതിയല്ല. നിങ്ങൾ സ്വതക്ക കൊടുത്ത് അള്ളാഹുവിൻ്റെ പ്രീതി നേടിയെടുക്കുന്നത് ഇഷ്ടമല്ലാത്ത ശൈത്താൻ, പിശാച്, ആ സ്വതക്കയിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ഭയം, ഒരു പേടി നിങ്ങളുടെ മനസ്സിലേക്ക് ശൈത്താൻ ഇട്ട് തരുന്നത്. ആ പേടിയെ നിങ്ങൾ മുറിച്ചു കടക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ത്വയ്യിബാത്തുകൾ നിങ്ങൾ ദരിദ്രർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി, പട്ടിണിക്കാർക്ക് വേണ്ടി നിങ്ങൾ കയ്യയച്ച് ദാനം ചെയ്യുക. അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കുക എന്നാണ് അള്ളാഹു ഇവിടെ കൽപ്പിക്കുന്നത്. അള്ളാഹു യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് പാപമോചനമാണ്, മഗ്ഫിറത്താണ്. അതേപോലെ അവനിൽ നിന്നുള്ള ഫളിലാണ്, അവനിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാണ്. നിങ്ങൾ ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അവൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും എന്നത് മാത്രമല്ല, അവന്റെ അനുഗ്രഹങ്ങൾ അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അവന്റെ ഫളിൽ പിന്നെയും പിന്നെയും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ദാരിദ്ര്യം യഥാർത്ഥത്തിൽ ദാനധർമ്മങ്ങൾ വഴി ഒരിക്കലും ഉണ്ടാവുകയില്ല. ദാനധർമ്മങ്ങളിലൂടെ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത് എന്നാണ് ഈ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇത് ഇസ്ലാമിന്റെ വളരെ മൗലികമായൊരു സന്ദേശമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി അവിടുത്തെ ജീവിതത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ച ഒരു സന്ദേശമാണ്. ആ സന്ദേശത്തോട് നീതി പുലർത്താൻ നമ്മളും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. والذين معه أشداء على الكفار رحماء